ഈ വേടൻ്റെ വിഷയത്തിൽ ഉദ്ധവ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ലഹരി നൽകി പീഡിപ്പിച്ചു, അതോടൊപ്പം തന്നെ വളരെ ടോക്സിക്കാണ് വേടൻ, പോസസീവാണ്, അതോടൊപ്പം തന്നെ ലൈംഗിക വൈകൃതങ്ങൾ ഒരുപാടുള്ള ആളാണ് വേടൻ എന്നൊക്കെയാണ് പരാതിയിൽ പറയുന്നത്. മാത്രമല്ല മറ്റ് പലരും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പറഞ്ഞപ്പോഴാണ് തനിക്കും ഇതുപോലൊരു അനുഭവം ഉണ്ടായല്ലോ എന്ന് ഓർമ്മ വരുന്നത്. അതോടൊപ്പം തന്നെ വിവാഹ വാഗ്ദാനം നൽകിയാണ് വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. ചുംബിച്ചോട്ടെ എന്ന് ചോദിച്ചു, അതിന് സമ്മതം മൂളിയപ്പോഴാണ് ബലാത്സംഗം ചെയ്തതെന്നും ഡോക്ടറുടെ പരാതിയിൽ പറയുന്നു. അപ്പോൾ വേടന് ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിലാണ് ഇത്തരത്തിൽ ഡോക്ടറുടെ പരാതിയിൽ നിന്നൊക്കെ പുറത്തു വരുന്നത്. കാരണം വേടനെ ആദ്യമായി ഒരു കേരളം മുഴുവൻ അറിയപ്പെടുന്നത് ഈ കഞ്ചാവ് കൈവശം വെച്ച് പിടിച്ച അന്നാണ് വേടനെ എല്ലാവരും അറിയപ്പെടുന്നത്. അതിനു മുമ്പ് ഈ റാപ്പ് സംഗീതവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫാൻസ് ആയിരുന്നു വേടൻ ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് വേടൻ ഈ ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെടുകയും പിന്നീട് പുലിപ്പല്ല് ഉപയോഗിച്ചുള്ള മാല ധരിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ പേരിലും കേസാവുകയും ഒക്കെ ചെയ്തപ്പോൾ ഒരു വിഭാഗം വേടൻ അനുകൂലമായി നിലകൊണ്ടു. വേടനെ കൊടുക്കാനുള്ള പദ്ധതിയാണിത് എന്ന രീതിയിൽ പറഞ്ഞു. പുലിപ്പല്ലിൻ്റെ കേസിൽ സംഭവിച്ചെന്താ വെച്ചാലേ, ഈ ശരിക്കും പറഞ്ഞാൽ പുലിപ്പല്ലിൻ്റെ കേസല്ല, ശരിക്കും ഈ പറഞ്ഞ കഞ്ചാവ് കേസാണ് ആൾക്കെതിരെ ആദ്യം വന്നത്. അപ്പം ആ കഞ്ചാവ് കേസിൽ സ്റ്റേഷൻ ജാമ്യം കൊടുക്കുന്ന ഘട്ടത്തിലാണ് വനം വകുപ്പ് ഈ പുലിപ്പല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസും കൊണ്ടുവരുന്നത്. അതിൽ ഈ ആളുകൾ എങ്ങനെ വേടന് അനുകൂലമായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുലിപ്പല്ല് വേടന്റെ കഴുത്തിലുണ്ട്, ഓക്കെ ശരി, പുലിനഖം സുരേഷ് ഗോപി അണിഞ്ഞിട്ടുണ്ട്, വേറെ പലരും അണിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ ഈ സമൂഹത്തിൽ വലിയ ആളുകളായിട്ട് നടക്കുകയും, അപ്പോൾ ഹരീഷ് വാസുദേവന്റെ ഒരു പ്രശസ്തമായ ഒരു പോസ്റ്റ് ഉണ്ട് ആ സമയത്ത്, നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊന്ന് പോയി നോക്കണം, വലിയ പ്രമാണിമാര് ചമഞ്ഞ് നടക്കുന്ന ആളുകൾ ഷർട്ട് അഴിച്ച്, എല്ലാവരോടും ഷർട്ട് അഴിച്ചാണ്, അപ്പൊ അവരുടെ ശരീരത്തിൽ അണിഞ്ഞിരിക്കുന്ന പുലിപ്പല്ലും ആനക്കൊമ്പുകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പറഞ്ഞാൽ ആ സമയത്ത് മറ്റേ മുകേഷും നായർ അങ്ങനെ കുറേ ആളുകളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിനോടുകൂടിയാണ് അപ്പം വേടനെ എതിരെയുള്ള ഒരു ടാർഗറ്റ് ചെയ്തുള്ള ഒരു നടപടിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ വേടൻ അനുകൂലമായതും സർക്കാർ വരെ പിന്നെ വേടനെ അനുകൂലിച്ചത്. ഈ വേടന്റെ പേരിൽ ഈ കഞ്ചാവ് കേസ് ഇത് ആദ്യത്തെ കേസല്ല, ഇതിന് മുമ്പൊരു കേസ് ഉണ്ടെന്നാണ് ആ സമയത്ത് വന്ന വിവരങ്ങളൊക്കെ. ഇപ്പൊ ഈ കേസിൽ, ഈ ബലാത്സംഗ കേസിൽ വേടൻ ഇന്ന് മുൻകൂർ ജാമ്യം കൊടുക്കും. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഉച്ചയ്ക്ക് ശേഷം അത് പരിഗണിക്കും. ഉച്ചയ്ക്ക് ശേഷം അത് പരിഗണിച്ച് കഴിയുമ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം സ്വാഭാവികമായിട്ടും ഈ അന്വേഷിക്കുന്ന പോലീസിന്റെ വിശദീകരണം ചോദിക്കും. വിശദീകരണം തൃക്കാക്കര പോലീസിന്റെ അടുത്ത്. അതായത് ഇപ്പൊ വേടന്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രശ്നം, വേടൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ കേസല്ല ഇത് കഞ്ചാവിന്റെ. അതോടൊപ്പം തന്നെ ഈ സർക്കാരിന്റെ പരിപാടിയിൽ ആദ്യം വേടന്റെ പരിപാടി ഉൾപ്പെടുത്തിയിരുന്നു, പിന്നീട് ഇത് കേസായപ്പോൾ വീണ്ടും അത് പിൻവലിച്ചു. പിന്നെ വേടൻ രണ്ടാമതൊരു ഇറങ്ങിയപ്പോഴേക്കും വലിയ ആൾക്കൂട്ടവും. അപ്പോൾ വേടൻ അന്ന് വന്ന് പറഞ്ഞത്, എന്നിലെ നല്ല ശീലങ്ങൾ മാത്രം നിങ്ങൾ അനുകരിക്കൂ, എൻ്റെ മോശം ശീലങ്ങൾ നിങ്ങളാരും അനുകരിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക ഒരു തരംഗം വേടൻ ഉണ്ടാക്കിയപ്പോൾ വീണ്ടും സർക്കാർ വേടൻ അനുകൂലമായി നിലകൊണ്ടു, പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ വന്നു. പക്ഷേ പിന്നീട് വീണ്ടും ഇത്തരത്തിലുള്ള പീഡനവുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ വരുന്നതോടുകൂടി വേടൻ്റെ കാര്യത്തിൽ പലർക്കും സംശയങ്ങൾ വരുന്നു. വേടൻ അത്ര നല്ല ആളല്ലയോ എന്ന രീതിയിലൊക്കെയുള്ള സംശയങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് ഒരു ചെറിയ കേസല്ല, ഒരു ബലാത്സംഗ കേസ്. ഇവർ ആണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കേസ് കൊടുത്ത ഒരു വ്യക്തി ഇവരാണെന്ന് തോന്നുന്നു. തുറന്നു പറച്ചിലുകളും മീറ്റു ആരോപണങ്ങളൊക്കെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ തന്നെ കേസ് കൊടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തൃശ്ശൂർ കേന്ദ്രീകരിച്ചുള്ള ഏതൊരു മാഗസീനിൽ ആരോ ഒരാൾ, ഒരു പെൺകുട്ടി വേടനെ കുറിച്ച് പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ടാണ് ഇവർ കേസിലേക്ക് പോകുന്നത്. അതായത് ഞാൻ മാത്രമല്ല, ഇവനിങ്ങനെ പല ആളുകളെയും ദുരുപയോഗം ചെയ്തിട്ടുണ്ട്, അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ആ കോൺടാക്ട് ചെയ്തു, അപ്പോൾ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കേസിലേക്ക് പോകുന്നത് തന്നെ. അപ്പോൾ ഇവർ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. സ്വാഭാവികമായിട്ടും ഈ പഴയ അനുഭവം ഉള്ളതുകൊണ്ട് പോലീസ് എടുപിടിയെന്ന് പറഞ്ഞിട്ട് ചാടി അറസ്റ്റ് ചെയ്യില്ല. ഇന്ന് ഏതായാലും അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇന്ന് വേടൻ്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുത്തിട്ട് ഇന്ന് തന്നെ പ്രസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ഇന്ന് ജാമ്യാപേക്ഷയിൽ മിക്കവാറും തീരുമാനമാവും, ഇല്ലെങ്കിൽ നാളത്തേക്ക് വിധി പറയാൻ വേണ്ടി മാറ്റി വെക്കും. അപ്പോൾ ആ ഗ്യാപ്പിനിടയിൽ അറസ്റ്റും ഉണ്ടാവില്ല. സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ വരും. അപ്പോൾ ഈ വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ ഈ പറഞ്ഞ പോലെ ഈ ഡോക്ടർ കൊടുത്ത പരാതിയിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഏകദേശം ഒരു 2 വർഷത്തോളം അവരെ വളരെ എന്താ പറയുക മൃഗീയമായിട്ട് പീഡിപ്പിച്ചു എന്നാണ് അവർ കൊടുത്ത പരാതി പറയുന്നത്. 2021 ഓഗസ്റ്റ് മുതൽ 2023 മാർച്ച് വരെ ഏകദേശം 2 വർഷം തന്നെ. ഈ കാലയളവിൽ കോഴിക്കോട്, ഈ എറണാകുളം എന്നുള്ള പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് പല സന്ദർഭങ്ങളിൽ പീഡനത്തിന് ഇരയാക്കിയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്തു എന്നും പറയുന്നത്. 30,000-ഓളം രൂപ. 30,000 രൂപയിൽ നിന്ന് വേടൻ ഒരു പൈസയല്ല. അന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു വേടന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു സന്ദർഭത്തിൽ
അതുകൊണ്ടാണല്ലോ ഒരു പാട്ട് ഇറക്കാൻ ഒരു 10,000 രൂപ വേണം എന്ന് പറഞ്ഞത്. ഇപ്പൊ വേടനെ സംബന്ധിച്ചിടത്തോളം ഒരു 10,000 രൂപയൊക്കെ കടം വാങ്ങിക്കേണ്ട സാഹചര്യം ഇന്നില്ല. അന്ന് ഇതേപോലെ തന്നെ പൈസ ഉണ്ടായിട്ടുണ്ടാവില്ല. വേടൻ ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 1 വർഷമായിട്ടുണ്ടാവില്ല വേടനായിട്ട് ഇവിടെ തരംഗം സൃഷ്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുമ്പ് വരെ വേടൻ ഒന്നുമല്ല, ഇടയ്ക്ക് ഒരു പാട്ടിറക്കും. മഞ്ഞുമ്മൽ ബോയ്സിലെ ആ പാട്ട് വന്നതിന് ശേഷമാണ് വേടന്റെ പാട്ടുകൾ കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തായാലും പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കറങ്ങേണ്ടി വരും. കാരണം ഒരു സാധാരണ കേസല്ല, ഒരു പെൺകുട്ടി കൊടുത്തൊരു അത് മാത്രമല്ല വേടന് പിന്തുണയുമായി ഒരുപാട് പേർ സോഷ്യൽ മീഡിയയിലൊക്കെ രംഗത്തുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പം നിശബ്ദരാണ്, അവർ ഒന്നും പറയുന്നില്ല. വേടനെ അനുകൂലിച്ചും അവരൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഇക്കാര്യത്തിൽ ആർക്കും വേടനെ അനുകൂലിക്കാൻ കഴിയില്ലല്ലോ. ഒരിക്കലും കഴിയില്ല. കാരണം മറ്റു പല കേസുകളും നമ്മൾ ടാർഗറ്റ് ചെയ്ത് ഇതും വേടനെ ടാർഗറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പെൺകുട്ടി ഒന്നുകിൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ അത് വെച്ചിട്ട് വേടനെ ഭീഷണിപ്പെടുത്തിയിട്ട് കാശ് വാങ്ങിക്കാനുള്ള ടാർഗറ്റ് ആയിരിക്കണം. അതല്ല എങ്കിൽ ഇപ്പം ഒരു പെൺകുട്ടി എന്നെ ഇത്രയും വർഷമായിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, കോടതിയിൽ കേസാവുന്നു. ആ പെൺകുട്ടിക്ക് എന്തായിരിക്കും അതിനകത്ത് ടാർഗറ്റ് ഉള്ളത്? എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എൻ്റെ ഒരു ചെറിയൊരു സംശയം ഞാൻ ചോദിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ പെൺകുട്ടി വേടനോട് ഞാനിങ്ങനെ കേസ് കൊടുക്കും, നമുക്ക് സെറ്റിൽമെന്റ് ഇരിക്കാം, പൈസ ഇത്ര രൂപ തന്നു കഴിഞ്ഞാൽ കേസ് കൊടുക്കില്ല, കേസ് പിൻവലിക്കാൻ. ഇപ്പൊ കേസ് കൊടുത്തിട്ട് പിൻവലിക്കാനാണെന്നും പറയാൻ പറ്റില്ല ഇവരുടെ കേസ്. ഇവര് അങ്ങനെയായിരിക്കും ചിലപ്പോൾ വേടൻ ആരോപിക്കുന്നത്. പക്ഷേ ഈ പെൺകുട്ടി ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു കേസോ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇടപെട്ടതായിട്ടോ ഒരു ഇതുമില്ല, അവർക്ക് മുൻ ഇതില്ല, റെക്കോർഡ്സ് ഒന്നുമില്ല അവരുടെ പേരിൽ. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ കേസ് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ജെന്യൂൻ ആവാനുള്ള സാധ്യത ഉണ്ടാവും. ഇതൊന്നും പറയേണ്ടത് നമ്മളല്ല, കോടതിയാണ്. പോലീസ് എന്തായാലും ഈ കേസിൽ ഇന്നലെ മിഞ്ഞാന്ന് രാത്രി ആണ് ഈ കേസ് കൊടുക്കുന്നത്. അപ്പോൾ മിഞ്ഞാന്ന് രാത്രി കേസ് കൊടുത്തപ്പോൾ തന്നെ തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർ ഈ വിഷയം കൃത്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തൊരു സ്ക്വാഡിനെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്ക്വാഡിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ അവർ കോഴിക്കോട് അന്വേഷണം നടത്തിയിട്ടുണ്ടാവണം. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഇവർ കറക്റ്റ് ഏകദേശം ഡേറ്റ് കൃത്യമല്ലെങ്കിൽ പോലും മാസം ഏകദേശം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ 8,356 രൂപയുടെ ട്രെയിൻ ടിക്കറ്റ് പല തവണയായിട്ട് ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയും. ഇവർ അക്കൗണ്ട് ത്രൂ ആയിരിക്കുമല്ലോ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടാവും. ബുക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അക്കൗണ്ട് ത്രൂ അല്ലേ. അക്കൗണ്ട് ത്രൂവിൽ ബുക്ക് ചെയ്ത ഒരു ടിക്കറ്റിന് ഡീറ്റെയിൽ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. അതിൽ ഹിരൺദാസ് മുരളി എന്ന ആൾക്കാണോ ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തത് നോക്കിയാൽ മതി. അപ്പം അത് കണ്ടുപിടിക്കാനും വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇവർ പറഞ്ഞ മൊഴികൾ ജെന്യൂൻ ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല പോലീസിന്. അതെ, സാമ്പത്തിക തട്ടിപ്പ് അടക്കം ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പീഡനം മാത്രമല്ല, സാമ്പത്തിക തട്ടിപ്പ് അടക്കം വന്നിട്ടുണ്ട്. പിന്നെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച കേസുമാണ്. കാരണം വേടനും വിവാഹിതനല്ല, ആ സ്ത്രീയും വിവാഹിതയല്ല. അതുകൊണ്ട് തന്നെ അതും നിലനിൽക്കും. കേസ് ഇപ്പോൾ കോടതിയിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം വിവാഹിതരായ സ്ത്രീകൾക്ക് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന് ഇനി കേസ് കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഇത് സംബന്ധിച്ചിടത്തോളം വേടനും അവിവാഹിതനാണ്, ഈ സ്ത്രീയും അവിവാഹിതയാണ്. അതുകൊണ്ട് തന്നെ കേസ് ആ രീതിയിലും പോകും. സാമ്പത്തിക തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അതും ഒക്കെ ഇതിനകത്ത് വരും. അതുകൊണ്ട് തന്നെ ഇത് ഏത് തരത്തിലാകുമെന്ന് കാത്തിരുന്ന് കാണാം. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിനായിരിക്കും വേടൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.